സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു A4 എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കാം. അപ്പോൾ എങ്ങനെ മടക്കി നമ്മൾ കാണിച്ചു തരട്ടെ. അപ്പോൾ ആദ്യം ഒരു A4 എടുത്തിട്ട് ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ മടക്കിയാൽ മതി. ഞാൻ ഇങ്ങനെ മടക്കുക അങ്ങനെ മടക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ആരും മറക്കണ്ട, ഇപ്പം തന്നെ ചെയ്യുക. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പാറ്റേൺ പേപ്പറിൽ തന്നെയാണ് തുടങ്ങുന്നത്. എന്ത് ജേർണൽ സെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പാറ്റേൺ പേപ്പറിൽ തന്നെയാണ് തുടങ്ങുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആക്കാമെന്നറിയോ? നമ്മൾ ഈ പേപ്പറിൽ ഇതേപോലെ വരതി കൊടുക്കുക. എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിങ്ങനെ തേക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനും സിമ്പിളായിട്ടുള്ള ഒരു വഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പേപ്പർ തന്നെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആവും. എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കതിൻ്റെ മേലെ എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേപ്പർ കണ്ട് ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഡിസൈൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെയാണ് ചെയ്യുന്നത്. ഒരു റിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ, അത് ഇതിൻ്റെ ഉള്ളിൽ കൂടി കിട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ആ ഡിസൈൻ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഡിസൈൻ എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ഗ്രിഡ് ലൈൻസ് ചെയ്യാം. ഞാൻ എന്ത് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിലും ഗ്രിഡ് ലൈൻസ് ഇല്ലാത്ത ഒരു ജേർണൽ സെറ്റ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഒരുപാട് ജേർണൽ സെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വിൻറ്റേജ് ഇതുവരായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിൻറ്റേജ് ചെണ്ട് പിടിച്ചത്. അപ്പോൾ ഇനി നമുക്ക് വിൻറ്റേജ് ജേർണലിംഗ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ കണ്ട് വരയ്ക്കാം. എന്നിട്ട് ഇതേപോലെ ആക്കിയിട്ട് ആ ഗ്രിഡ് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് ജേർണലിൻ്റെ പാറ്റേൺ പേപ്പറിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതേപോലെ തന്നെ കുറച്ച് ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ടുള്ള ഒരു ജേർണലിങ് ഒരു പാറ്റേൺ പേപ്പറാണ്. എൻ്റെ വേറെ ജേർണലിൽ മാത്രമേ വരുന്നുള്ളൂ, പാറ്റേൺ പേപ്പറിന് വരുന്നില്ല. അപ്പോൾ ആ ഡിസൈനും സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ പേപ്പറിൽ ഇങ്ങനെ മറ്റേ ബ്രൗൺ കളർ ആക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഞാൻ ചുരുട്ടി കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ബ്രൗൺ കളർ ആക്കി കൊടുത്തതാണ്. പിന്നെ നമ്മളതിലേക്ക് പൂക്കളോ ചെടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചെടുക്കാം. അപ്പോൾ അങ്ങനത്തെ അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പേപ്പർ ഇങ്ങനെ വരച്ച് വയ്ക്കാം. എന്നിട്ട് കളറ് തെളിയാത്ത പെന്നോ തെളിയണ പെന്നോ, തെളിയാത്ത പെന്നായിരിക്കും നല്ലത്. അപ്പോൾ തെളിയാത്ത പെണ്ണെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആ പേപ്പറിന് വരുത്തി കൊടുക്കുക. അപ്പോൾ ആ ഒരു പേപ്പറിനുള്ള ആ ഒരു കളറൊക്കെ ഈ ഒരു പേജിലേക്ക് ആയിക്കോളും. അപ്പോൾ അതും നല്ലൊരു പാറ്റേണായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. മനസ്സിലാക്കാൻ കണ്ടില്ല, ഇതേപോലെ ആവും. എന്നിട്ട് നമുക്ക് ഇത് ഫുള്ളും ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ഫുള്ളും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡിസൈൻ നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ഇതൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബ്ലാക്ക് പെന്നായിട്ട് ഇതേപോലത്തെ ചെടികളൊക്കെ കണ്ട് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ല ബ്രൗൺ പേപ്പർ തന്നെയല്ലേ, അതെടുത്തിട്ട് ജസ്റ്റ് വരുതി കൊടുക്കാം കേട്ടോ. നമ്മൾ ഓയിൽ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് നമ്മൾ വരുതുമ്പോൾ ഇങ്ങനെ കളറായി വരുന്നത് കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ഡിസൈൻ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് പെന്നായിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരകളൊക്കെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടത് ഓയിൽ പേസ്റ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ദെൻ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പരത്തി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പാറ്റേൺ പേപ്പേഴ്സാണ് നമ്മൾ ടോട്ടലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായില്ലേ? നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കിയാലോ. അപ്പോൾ ഇത് വാഷ് ടേപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം നമ്മൾ പറയുന്നത് വാഷ് ടേപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 വാഷ് ടേപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ 2 പീസ് ഒരു വാഷ് ടേപ്പിനുള്ളതാണ്. അങ്ങനെ കുറച്ച് അധികം നീളത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പാറ്റേൺ പേപ്പറിൽ, ആ ഒരു ഡിസൈൻ തന്നെയാണ്. ഈ ഒരു ഡിസൈൻ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത ആ ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതേപോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഒരു സ്ട്രിപ്പ് തന്നെ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം കൂടിയിട്ടാണ് നമ്മളൊരു വാഷ് ടേപ്പ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും ഇതേപോലെ ആക്കിയെടുക്കണം. മറ്റേ സ്ട്രിപ്പില്ലേ അതും ഇതേപോലെ ആക്കിയെടുക്കണം. എന്തായാലും അങ്ങനെ ആക്കിയെടുത്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ഇത് ഞാൻ അങ്ങനെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ച് കൊടുക്കലാണ് പണി. അപ്പോൾ ഞാനിത് ഒന്ന് എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൽ കുറച്ച് പശയൊക്കെ തേച്ചു. എന്നിട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുത്ത് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റോൾ ചെയ്യാം. ഇനി ഒരു കാർഡ്ബോർഡ് പീസ് ആദ്യം കട്ട് ചെയ്ത് റോൾ ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടി റോൾ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് പേപ്പർ മാത്രം ഇങ്ങനെ റോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടോട്ടലി ഇത്ര ലെങ്ത്താണ് ഇതിന് വരുന്നത്. നല്ലപോലെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇത്രയും ഇതാണ് ഇതിൽ വരുന്നത്, ഇത്രയും ലെങ്ത്താണ് വരുന്നത്. ഇനി നമുക്ക് ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ റോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടും റോൾ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് റോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യാണെങ്കിൽ സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റോൾ ചെയ്യുന്നത്. എന്നിട്ട് ഞാനൊരു ബ്രൗൺ കളർ A4 എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊരു പീസ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇടുക. നമുക്കിതിങ്ങനെ നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മടക്കുക, ഇത് ഫുൾ കൊണ്ട് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ എല്ലാ ജേർണൽ സപ്ലൈസ് മേക്കിങ്ങിലും കാണിക്കാറുണ്ട് ഈ ഒരു സംഭവം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഊരിയെടുക്കാനും പറ്റും. അതേപോലെ ഇത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായില്ല, ഒട്ടിച്ച് ഉടനെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ പോരും തോന്നുന്നു വിചാരിച്ച് നിൽക്കുന്നു. എന്തായാലും പോയി, ഇത് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് നല്ല സെറ്റാവും. ഇനി നമുക്ക് നെക്സ്റ്റ് ജേർണലില്ല വാഷി ടേപ്പ് എന്താ നോക്കിയാലോ. അപ്പോൾ ഇത് നമ്മൾ ബ്രൗൺ പേപ്പറില്ലേ നമ്മൾ ഓയിൽ പേസ്റ്റ് ചോരുന്നത്, ആ ഡിസൈൻ പോലെ തന്നെ ഇത് രണ്ടും ഈ രണ്ട് സ്ട്രിപ്പ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 വാഷി ടേപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്റ്റാമ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു ജേർണൽ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പർപ്പിൾ തീം. അതിലുള്ളത് 31 സ്റ്റാമ്പ്സാണ്. അതേപോലെ തന്നെ ഞാനും 31 സ്റ്റാമ്പ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, ഞാനത് കാണിച്ചു തരാം. പിന്നെ ഞാൻ കുഞ്ഞു സ്റ്റാമ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. വലിയ സ്റ്റാമ്പ് എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ വൈറ്റും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 2 ടൈപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് എല്ലാത്തിലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ വിൻറ്റേജ് നമുക്ക് പറയുമ്പോൾ ചെറിയ ഇലകളൊക്കെ വരച്ചെടുത്ത് തന്നെ അതൊരു നല്ലൊരു വിൻറ്റേജായി. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ സിമ്പിൾ ഡിസൈൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു സ്റ്റാമ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ലൈറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ടു ഡു ലിസ്റ്റ് അതൊക്കെയാണ് മെയിനായിട്ടുള്ള വേണ്ടത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റിക്കേഴ്സ് പോലെ തന്നെയുള്ള ഇങ്ങനത്തെ ഒരു ഐറ്റം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ, കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് വിൻറ്റേജ് ലുക്കൊക്കെ വരും ഇങ്ങനെ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഒരു ടേപ്പ് എടുക്കുക. ഡബിൾ സൈഡ് ടാപ്പ് വേണ്ട, സെല്ലോ ടേപ്പ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഡബിൾ സൈഡ് ടാപ്പ് ആണെങ്കിൽ പിന്നെ സിമ്പിളായല്ലോ, അത് ജസ്റ്റ് പീൽ ചെയ്ത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു ടാപ്പ് എടുക്കുക, സെല്ലോ ടാപ്പ്. ഇത് ബ്ലൂ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ള, സാധാ ടാപ്പ് എടുത്താലും മതി. അപ്പോൾ ഒരു സെല്ലോ ടാപ്പ് എടുക്കുക, എന്നിട്ടത് റോൾ ചെയ്യലാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇതേപോലെ പൈതി ഒന്ന് മടക്കുക. ഇങ്ങനെ പൈതി മടക്കിയതിന് ശേഷം അത് ഒന്നും കൂടി മടക്കി കൊടുക്കുക, എന്നിട്ടത് റോൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു ഭാഗത്തും ആ ഒരു സ്റ്റിക്ക് വരും. എന്നിട്ട് നമുക്ക് ഒരു ഭാഗത്ത് കണ്ട് ഇതങ്ങോട്ട് ഒട്ടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യുക. സംഭവം സെറ്റായി. ഇത്ര പണിയേ ഉള്ളൂ. എന്ത് സിമ്പിളാണെന്ന് വെച്ചാൽ എന്ത് സിമ്പിളാണ്, കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ടു ഡു ലിസ്റ്റൊക്കെ നോക്കിയാലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സിമ്പിളാണ്. കുറച്ച് പേപ്പർ A4 ഒക്കെ കട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒരു ബ്രൗൺ കളറാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് 3 ടൈപ്പ് ഓഫ് ടു ഡു ലിസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, 4 സൈഡിലും ബ്രൗൺ കളറാക്കിയിട്ടുള്ള. പിന്നെ കുറച്ച് നീളത്തിലൊക്കെ ഉള്ള ഒരു ടു ഡു ലിസ്റ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും ഇതാക്കിയിട്ട് ബ്രൗൺ കളറാക്കിയിട്ട് ചുരുട്ടി കൊടുത്തതാണ്. അപ്പോൾ ഈ 3 ടു ഡു ലിസ്റ്റും അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു A4 വേണം. അപ്പോൾ ഒരു A4 കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
കട്ട് ചെയ്തെടുക്കല്ല, മടക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്ന് ആർച്ച് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ആർച്ച് ഷേപ്പിലുള്ള ഒരു ഐറ്റമാണ്. ഇത് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ജേർണൽ സെറ്റിൽ. അപ്പോൾ അതേപോലെ തന്നെ വിൻറ്റേജ് ജേർണൽ സെറ്റിലും അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ബട്ടർഫ്ലൈയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ മെനക്കേടാണ്, അതുകൊണ്ട് ഉണ്ടാക്കുന്നില്ല. എന്നിട്ട് ഇതേപോലെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം സെറ്റായി. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ആർച്ചായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തായിരുന്നു ഈ ഫസ്റ്റത്തെ, അതിൽ കൊളായി, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ആർച്ച് ഷേപ്പിലുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജേർണലൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് അതിൻ്റെ മേലെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഒട്ടിച്ചാൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് കുറച്ച് മരുന്നിൻ്റെ കവറൊക്കെ എടുക്കാം. പിന്നെ ഈ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് A4 കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ തീയിൻ്റെ ഒരു ഇതിൽ തീ ഇങ്ങനെ കത്തിച്ച് വെക്കാൻ മെഴുകുതിരിയിൽ എന്നിട്ട് അരികിൽ കൂടി ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയാൽ മതി. സംഭവം ഇത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മടക്കി നമ്മൾ ജേർണൽ സെറ്റിൻ്റെ ആ ഒരു ഇതിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ 4ാം ക്ലാസ്സിലെ EVSൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പേപ്പേഴ്സ് കാണിക്കാം. ഇത് കുറച്ച് വിൻറ്റേജ് തീമിൽ വരുന്ന കുറച്ച് പേപ്പേഴ്സാണ് കേട്ടോ. കാരണം ഇത് യെല്ലോ കളറിൽ വരുന്നുണ്ട്. പിന്നെ ഞാനിത് ഇങ്ങനത്തെ ഒരു ബാഗും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനായിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ റിബണാണ്. ഇതേപോലെ ഒന്ന് ടാപ്പായിട്ട് ചുറ്റി ടാപ്പ് ഒന്ന് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ ബാഗ് നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഇതിൻ്റെ വീഡിയോ ഇത് ഉണ്ടാക്കണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെയും ഒരു ടാപ്പ് ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ തുറക്കണമെങ്കിലും ടാപ്പ് ഉണ്ട്. അല്ല, ഇത് ഫുള്ളും ടാപ്പാണ്. അപ്പോൾ നമുക്കിനി ഓരോ സാധനങ്ങളായിട്ട് കാണാം. ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കണ്ടാണെങ്കിലും ടോട്ടലി നമ്മൾ എത്ര സാധനങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ പാറ്റേൺ പേപ്പറിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പാറ്റേൺ പേപ്പർ. ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇന്നലെ വൈകുന്നേരമാണ്. ഇതൊരു സൺഡേ ഉണ്ടാക്കിയതാണെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് ഇന്നാണ്. ഇന്ന് ട്യൂസ്ഡേ ആണ് കേട്ടോ, ചൊവ്വാഴ്ചയാണെന്ന്. അപ്പോൾ ഇന്നാണ് എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇത് ഞാനിങ്ങനെ നീളത്തിലൊരു ടാപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് റോൾ ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചതാണ്. ഇത് ആ പേപ്പറും അങ്ങനെ ഒട്ടി നിന്നിട്ട് അതിങ്ങനെ കീറി പോകുമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പാറ്റേൺ പേപ്പേഴ്സ് ഇതൊക്കെ തന്നെയാണ്. ഗ്രിഡ് ലൈൻസ് വരുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ഡിസൈൻസൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല അടിപൊളിയായില്ലേ. അപ്പോൾ പാറ്റേൺ പേപ്പേഴ്സ് മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മളെ വാഷി ടേപ്സ് നോക്കാം. സെക്കൻഡ് നമ്മൾ ഉണ്ടാക്കിയതും വാഷി ടേപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ എടുക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഉള്ളിൽ ഇങ്ങനെ മടക്കി വയ്ക്കുകയും ചെയ്യാം. നമ്മൾ ആവശ്യമെങ്കിൽ നമുക്ക് ഇതേപോലെ ആക്കി വയ്ക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരാൻ നിന്നാൽ അത് ആവുകയില്ല. അതുപോലെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല ഇതിൽ വർക്കാവും ചെയ്യും. അപ്പോൾ ഞാനത് ഉള്ളിലേക്ക് കയറ്റാൻ കുറേ നേരമായി നോക്കുന്നു, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അത് കയറ്റി, കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി വെച്ചാൽ മതി, സംഭവം സെറ്റാവും കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് റോൾ ചെയ്ത് നോക്കിയാലോ. ഇതിങ്ങനെ നോക്കിയാൽ ഒരുപാടുണ്ട് കേട്ടോ. 2 A4ൻ്റെ ഒരു ഇതാണ് ഇതുള്ളത്, കണ്ടില്ലേ. നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. ഞാൻ വാഷ് ടേപ്സ് ഉപയോഗിക്കൽ കുറവാണ് സത്യം പറഞ്ഞാൽ. എനിക്കൊരു പാറ്റേൺ പേപ്പറും പിന്നെ ഒരു ടു ഡു ലിസ്റ്റും പിന്നെ സ്റ്റാമ്പും ഉണ്ടെങ്കിൽ എനിക്ക് ജേർണൽ ചെയ്യാൻ ധാരാളമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ജേർണൽ ചെയ്യുന്ന ആൾക്കാരുണ്ടോ. പിന്നെ ഈ ഒരു സ്റ്റാമ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ 2 സൈഡിലും 4 സൈഡിലും ടാപ്പ് ചുറ്റുക. എന്നിട്ട് കണ്ടില്ലേ, ഇതേപോലെ നാക്കിയെടുത്താൽ മതി. റോൾ ചെയ്തിട്ടുള്ള ടാപ്പ് 4ാമത്തെ സൈഡിലും വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ആ ഒരു സ്റ്റാമ്പ് എടുക്കാം. ഞാൻ സ്റ്റാമ്പ് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നതാണ്, എങ്കിലും ഞാൻ കാണിച്ചു തരാം. പിന്നെ വിൻറ്റേജ് ലുക്കൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടും കുറച്ച് വിൻറ്റേജൊക്കെ ആക്കിയിട്ടുണ്ട്, കുറച്ച് ബോയൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്താ, അടിപൊളിയായില്ലേ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ആരും മറക്കണ്ട കേട്ടോ. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ കണ്ടിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റാമ്പ് എന്ന് പറയുന്നത് നല്ല ഡിസൈൻസൊക്കെയാണ്, സിമ്പിൾ ഡിസൈൻസുമാണ്. നമുക്ക് ടു ഡു ലിസ്റ്റ് നോക്കിയാലോ. സിമ്പിളായിട്ടുള്ള ടു ഡു ലിസ്റ്റൊക്കെയാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻസൊക്കെ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ടു ഡു ലിസ്റ്റ് വരുന്ന 3 ടൈപ്പ് ടു ഡു ലിസ്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ടോട്ടലി. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആർച്ച് ടൈപ്പിലുള്ള സംഭവം നോക്കിയാലോ. ഇതിൻ്റെ പേരെന്താ ശരിക്കും എനിക്കറിയില്ല. ഇതൊരു ആർച്ച് ടൈപ്പിലുള്ള സംഭവം എന്നറിയാം. അപ്പോൾ അതും കുറച്ചൊക്കെ ഉണ്ട് കയ്യിൽ. അതും അവിടെ വെച്ച് ഇത് ഞാൻ കെട്ടി വയ്ക്കുന്നില്ല കേട്ടോ, ഇതിങ്ങനെ ഇരുന്നോളും. പിന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സും ഉണ്ട്, കണ്ടില്ലേ. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ സെലോ ടൈപ്പ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ആയിട്ട് ആണെങ്കിൽ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയോ സൗണ്ട് ഉണ്ട് ഗൈസ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇത്ര കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. ഒട്ടിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതും ഉണ്ട്. പിന്നെ നമ്മൾ അരികൊക്കെ കത്തിച്ച ആ ഒരു പേപ്പറും ഇല്ലേ, അതും ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇത് കുറച്ചേ ഉള്ളൂ, കാരണം ഇത് ഞാൻ ഉപയോഗിക്കില്ല. പിന്നെ നമ്മളെ മരുന്നിൻ്റെ കവറൊക്കെ അല്ലേ, അതൊക്കെ എടുത്തിട്ട് പോലെ നമ്മൾ നല്ല വിൻറ്റേജ് ജേണൽസായിട്ട് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് റൈറ്റിങ്സും കൂടിയുള്ള സംഭവം ആയിട്ടുള്ള നമ്മളെ ഈ ഒരു ജേണൽ സെറ്റ് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ആരും മറക്കണ്ട. അപ്പോൾ ഞാൻ യൂണിഫോമിൽ തന്നെയാണ് നിൽക്കുന്നത്, കുളിച്ചിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും ബൈ. ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ആ ഒരു ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ടിടാം. എന്തായാലും ടാറ്റാ.